അതോടൊപ്പം കേരളം ഡിസ്കസ് ചെയ്യേണ്ട ചർച്ച ചെയ്യേണ്ട ഒരു നിലപാട് ഫറാ ഷിബില എന്ന അഭിനേത്രിയുടെയും കലാകാരിയുടെയുമാണ്. അവർ വളരെ ശരിയായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്, ആൺനോട്ടങ്ങളെയും ലൈംഗിക ദാരിദ്ര്യത്തെയും ഏറ്റവും ഇഫക്റ്റീവായി ബുദ്ധിപരമായി ഹണി റോസ് ഉപയോഗിച്ചു. അങ്ങേയറ്റം സ്ത്രീകളെ സെക്ഷുവലൈസ് ചെയ്യുന്ന ഒരു സമൂഹത്തിൽ തന്റെ വൾഗറായ വീഡിയോ അടക്കം വീണ്ടും ഹണി റോസിനെതിരെ അശ്ലീല പരാമർശം നടത്തിയ ബോബി ചെമ്മണ്ണൂരിനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. എറണാകുളം സെൻട്രൽ പോലീസാണ് ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ബോച്ചയുടെ മുഖത്ത് ചിരിമായിരുന്നില്ല. നിരവധി ആളുകളെ, ആരാധകരെയൊക്കെ കൈവീശി കാണിച്ചുകൊണ്ടാണ് പോലീസ് വാഹനത്തിൽ ബോച്ച യാത്രയാവുന്നത്. എന്തായാലും ഹണി റോസിന്റെ ഈ പരാതിയിൽ ബോച്ച എന്ന വൻമരത്തെ വളരെ വേഗം തന്നെ പിടികൂടി അറസ്റ്റ് ചെയ്ത കേരള പോലീസിന് വേണ്ടി കൈയടിക്കുകയാണ് കേരളമൊട്ടാകെ. ഇത് സ്ത്രീകൾക്കെതിരെ അശ്ലീല പരാമർശം നടത്തുകയും അവർക്കെതിരെ ലൈംഗിക ചൊവ്വയോടെ സംസാരിക്കുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിലൊക്കെ കമന്റ് ഇടുന്ന ഒരുപാട് പേർക്കുള്ള പാഠമാണ്. എന്നാൽ ഇതിന്റെ മറുവശത്ത് വലിയൊരു ചർച്ച നടക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൊണ്ടെത്തിക്കാൻ ബോച്ച അടക്കമുള്ള ഇങ്ങനെ കമന്റ് ഇടുന്ന ഒരുപാട് ആളുകളെ കൊണ്ടെത്തിച്ചത് ഹണി റോസിന്റെ വസ്ത്രധാരണമാണ് എന്നുള്ള ഒരു ചർച്ച കൂടി നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒട്ടുമിക്ക മെയിൻ സ്ട്രീം ചാനലുകളിലും ചർച്ച നടക്കുകയാണ്. അപ്പോൾ ഈ ഒരു വാദമായിട്ട് മുന്നോട്ട് വന്നത് രാഹുൽ ഈശ്വറാണ്. രാഹുൽ ഈശ്വർ പറയുന്നത് ഇങ്ങനെ ഒരു സാഹചര്യത്തിന് ഹണി റോസും കൂടെ കാരണമാണ്. കാരണം ഹണി റോസ് ഇത്തരത്തിലുള്ള വസ്ത്രം മാർക്കറ്റ് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആളുകൾ ഇതിന് എതിരെ കമന്റ് ഇടുകയും അത്തരത്തിലുള്ള സംസാരങ്ങൾ ഉണ്ടാകുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബോച്ച ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തത് ഹണി റോസ് ആണെന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. രാഹുൽ ഈശ്വറിന്റെ ഈ ഒരു വാദത്തിന് നിരവധി ആളുകൾ കൈയടിക്കുന്നുണ്ട്. രാഹുൽ ഈശ്വർ പറഞ്ഞത് 100% ശരിയെന്നുള്ള 100 കണക്കിന് കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് രാഹുൽ ഈശ്വർ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ആരും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ, ഇൻസിനുവേഷൻ ആൻഡ് ഇനുവെന്റോയിലൂടെ കുന്തി തുടങ്ങിയ വാക്കുകൾ ഉപയോഗിക്കുകയും നടി എന്ന വാക്കിനോട് റൈം ചെയ്യുന്ന മറ്റൊരു വാക്ക് കൂടി പറയുകയും മറ്റും ചെയ്തതൊന്നും എനിക്ക് തോന്നുന്നില്ല ആരും ഇൻ ദ റൈറ്റ് മൈൻഡ് ജസ്റ്റിഫൈ ചെയ്യുന്നു. അതുകൊണ്ട് അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. അതോടൊപ്പം കേരളം ഡിസ്കസ് ചെയ്യേണ്ട, ചർച്ച ചെയ്യേണ്ട ഒരു നിലപാട് ഫറാ ഷിബില എന്ന അഭിനേത്രിയുടെയും കലാകാരിയുടെയുമാണ്. അവർ വളരെ ശരിയായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്, ആൺനോട്ടങ്ങളെയും ലൈംഗിക ദാരിദ്ര്യത്തെയും ഏറ്റവും ഇഫക്റ്റീവായി ബുദ്ധിപരമായി ഹണി റോസ് ഉപയോഗിച്ചു. അങ്ങേയറ്റം സ്ത്രീകളെ സെക്ഷുവലൈസ് ചെയ്യുന്ന ഒരു സമൂഹത്തിൽ തന്റെ വൾഗറായ വീഡിയോ അടക്കം വീണ്ടും ഷെയറും മറ്റും ചെയ്യുമ്പോൾ ഹണി റോസ് എന്തു മാതൃകയാണ് കാണിക്കുന്നതെന്ന് ഫറാ ഷിബിലയെ പോലെ വനിതാ രംഗത്ത് നിൽക്കുന്ന സ്ത്രീയായ ഒരു കലാകാരി പറയുന്ന നിലപാട് കൂടി ചർച്ച ചെയ്യുമ്പോഴാണ് ഈ വിഷയത്തിന് പൂർത്തീകരണം ഉണ്ടാകുക. അല്ലാതെ ബോബി ചെമ്മണ്ണൂർ ഈ ചെയ്തത് തെറ്റാണ്, പക്ഷേ ബോബി ചെമ്മണ്ണൂരിനെ പുറകെ നടന്ന് ചാരിറ്റി മുഹമ്മൂടിയാണെന്നൊക്കെ പറയുന്നതിന് എന്താ അർത്ഥം? അപ്പോൾ രാഹുൽ ഈശ്വർ പറഞ്ഞത് ഒരു പരിധിവരെ ന്യായമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇവിടെ ഏതൊരാൾക്കും അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ഇവിടെ രാഹുൽ ഈശ്വർ ഉന്നയിക്കുന്ന ഒരു കാര്യം, ലൈംഗിക ദാരിദ്ര്യമുള്ള കേരളത്തിൽ ഇത്തരത്തിലുള്ള വസ്ത്രം ധരിച്ച് പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ തീർച്ചയായും ഇത്തരത്തിലുള്ള കമന്റുകൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടായിരുന്നുവെന്നാണ്, അല്ലെങ്കിൽ അതിനെ ആ രീതിയിൽ കാണാൻ ഹണി റോസ് തയ്യാറാകണമെന്നാണ് പറയുന്നത്. എന്തായാലും രാഹുൽ ഈശ്വറിന്റെ ഈ വാദത്തിന് നിരവധി ആളുകളാണ് കൈയടിക്കുന്നത്. ഇവിടെ രാഹുൽ ഈശ്വർ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം.